നമസ്കാരം. VBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കേരള പുലയ മഹാസഭ തൊടുപുഴ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അയ്യങ്കാളിയുടെ 163ാം ജന്മദിനാഘോഷം നടന്നു. നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ഇടുക്കിയിൽ സാമൂഹ്യ വിരുദ്ധർ ഏലത്തോട്ടം വെട്ടി നശിപ്പിച്ചതായി പരാതി. 3 ഏക്കർ ഭൂമിയിലെ ഏലച്ചെടികളാണ് നശിപ്പിച്ചത്. SNDP യോഗം കാഞ്ഞിരമറ്റം ശാഖയുടെ നേതൃത്വത്തിൽ 172ാമത് ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷിച്ചു. ഒളമറ്റം ഇന്ദിര ഫാർമേഴ്സ് സോഷ്യൽ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഓണാഘോഷത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ ഗുരുദേവന്റെ 172ാമത് ജയന്തി ആഘോഷം SNDP യോഗം ഇടുക്കി യൂണിയന് കീഴിലുള്ള 19 ശാഖകളിലും വിപുലമായി ആഘോഷിച്ചു. വാർത്തകൾ വിശദമായി. കേരള പുലയ മഹാസഭ തൊടുപുഴ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അയ്യങ്കാളിയുടെ 163ാം ജന്മദിനാഘോഷം നടന്നു. നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് NK ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. കേരള പുലിയർ മഹാസഭ തൊടുപുഴ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അയ്യങ്കാളിയുടെ 163ാം ജന്മദിനാഘോഷം നടന്നു. നിയമസഭാ ചീഫ് വിപ്പും തൊടുപുഴ MLAയുമായ അബു ജോൺ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. നൂറ്റാണ്ടുകളായി ജാതിയുടെ പേരിൽ നമ്മുടെ നാട്ടില് മാറ്റി നിർത്തപ്പെട്ട ഒരു ജനവിഭാഗം, അവരെയെല്ലാം കൈപിടിച്ചുയർത്തി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന ഒരു മഹത് വ്യക്തിയാണ് മഹാത്മാ ശ്രീമദ് അയ്യങ്കാളി. നമുക്കറിയാം, ഇന്ന് നമ്മൾ കാണുന്ന കേരളം കക്ഷി രാഷ്ട്രീയ ജാതി മത വർഗഭേദമില്ലാതെ 3.5 കോടിയോളം ജനങ്ങൾ ഒന്നിച്ചിരുന്ന് ഓണമുണ്ടെന്ന് നമ്മുടെ സംസ്ഥാനമായി മാറിയെങ്കിൽ അതിന് അയ്യങ്കാളി പോലെയുള്ള മഹത് വ്യക്തികളുടെ സേവനം ഇന്ന് സന്ദർഭവശാല ഇന്ന് ചതയം ദിനം കൂടിയാണ്. ഇന്ന് ഗുരുദേവന്റെ ജന്മദിനമാണ് നക്ഷത്രം പ്രകാരം. അതുപോലെ ഇതൊരു ഓണത്തിന്റെ ആഘോഷവേളയാണ്. ഗുരുദേവനെ പോലെയും അയ്യങ്കാളിയെ പോലെയും ഡോക്ടർ പൈപ്പു തുടങ്ങി മന്നത്തുനാഥൻ, ചാവറ കുര്യാക്കോസ് പിതാവ്, വക്കം മൗലവി തുടങ്ങിയ നിരവധി, കുമാരനാശാൻ തുടങ്ങിയ നിരവധി നേതാക്കളുണ്ട്. സാമൂഹിക പരിഷ്കർത്താർ, നവോത്ഥാന നായകർ എന്ന് നമ്മൾ വിളിക്കുന്നത് അവരാണ് ഈ കേരളത്തെ ഈ തൊട്ടുകൂടായ്മയിൽ നിന്നും തീണ്ടിക്കൂടായ്മയിൽ നിന്നെല്ലാം മോചിപ്പിച്ച് ഇന്ന് സംസ്കാര സമ്പന്നരെയും അതുപോലെ തന്നെ വിദ്യാഭ്യാസമുള്ളവരെയും ഒക്കെ ഒരു പ്രദേശമാക്കി ദൈവത്തിന്റെ സ്വന്തം നാളെ എന്ന് നമുക്ക് അഭിമാനപുരസ്സരം പറയാനുള്ള ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചു. താലൂക്ക് പ്രസിഡന്റ് K ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. അഖിൽ K ആനന്ദ് സ്വാഗതം ആശംസിച്ചു. സംസ്ഥാന പ്രസിഡന്റ് NK ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. സംഘടനാ സെക്രട്ടറി PA ചന്ദ്രൻ ജന്മദിന സന്ദേശം നൽകി. മുൻ ജനറൽ സെക്രട്ടറി PP അനിൽകുമാർ ആമുഖ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കിടയിൽ നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾക്ക് P ശാരദയെ ആദരിച്ചു. KPYM സംസ്ഥാന പ്രസിഡന്റ് CS സൈജു, ബിജു K കുമാരൻ, KP ചന്ദ്രൻ, PV പൊന്നപ്പൻ, PK ഹരിഹരൻ, പങ്കജാക്ഷി കുഞ്ഞുമോൻ, രമണി ചന്ദ്രൻ എന്നിവർ ആശംസകൾ നേർന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടുക്കിയിൽ സാമൂഹ്യ വിരുദ്ധർ ഏലത്തോട്ടം വെട്ടി നശിപ്പിച്ചതായി പരാതി. 3 ഏക്കർ ഭൂമിയിലെ ഏലച്ചെടികളാണ് നശിപ്പിച്ചത്. ഉത്രാട ദിനത്തിൽ ഓട്ടോയിൽ എത്തിയ സംഘം ഏലച്ചെടികൾ വെട്ടി നശിപ്പിച്ചതായാണ് പരാതി.
മൂന്നാർ കല്ലാർവട്ടിയാറിൽ വെട്ടിച്ചിറ സജിയുടെ ഉടമസ്ഥതയിലുള്ള കൃഷിയിടമാണ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത്. വിളവെടുപ്പിന്റെ ഭാഗമായി ചെടികൾ ഉൾപ്പെടെയുള്ള കൃഷിഭൂമിയായിരുന്നു ഇത്. കൃഷിയിടത്തിന്റെ പല ഭാഗത്തെയും ചെടികൾ പൂർണ്ണമായും നശിപ്പിച്ചു. തോട്ടം മേൽനോട്ടക്കാരൻ കൃഷിയിടത്തിൽ നിന്നും പോയ സമയത്തായിരുന്നു അക്രമികൾ കൃഷിയിടത്തിൽ അതിക്രമിച്ച് കയറിയത്. സ്ഥലമുടമ വെള്ളത്തൂവൽ പോലീസിൽ പരാതി നൽകി. വട്ടയാറിൽ നിന്ന് കല്ലാറിലേക്ക് പോകുന്ന വഴിക്ക് ഇത് ഞങ്ങളുടെ സ്ഥലമാണ്. ഇത് വന്നിട്ട് 5 ഏക്കർ പട്ടയഭൂമിയാണ്. ഇത് ഞങ്ങൾ 1967 മുതൽ ഞങ്ങളിവിടെ കൃഷി ചെയ്ത് പോരുന്നതാണ്. ഇതിനകത്ത് 5 ഏക്കറും ഞങ്ങൾ കൈവശം തന്നെ ഉള്ളതാണ്. മുഴുവനും ഞങ്ങൾ കൃഷി ചെയ്യുന്നതാണ്. ആദായങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഏലമാണ്. 3-4 വർഷം പ്രായമുള്ള ഏലങ്ങളാണ് കംപ്ലീറ്റ്. ഈ ഏലം കഴിഞ്ഞ ദിവസം കുറേ സാമൂഹിക ദ്രോഹികൾ കയറി വെട്ടിക്കളഞ്ഞിരിക്കുന്നു. പകുതിയായിട്ടും ചുവടൊട്ടിയും എല്ലാം വെട്ടി നശിപ്പിച്ചിരിക്കുന്നു. ഇത് വന്നിട്ട് ഇവിടെ ഒരു ഷെഡ് ഉണ്ടായിരുന്നു. ആ ഷെഡ് മുഴുവനും പൊളിച്ചു കളഞ്ഞു. അവിടെ ഒരു പുല്ല് വെട്ടുന്ന മെഷീൻ ഉണ്ടായിരുന്നു. അതെല്ലാം എടുത്തുകൊണ്ട് പോയി. ആരാണ് ഇത് ചെയ്തതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഇത് വന്നിട്ട് ഞങ്ങൾ വല്ലപ്പോഴും ഇവിടെ വരുള്ളൂ. ഇവിടെ ആൾക്കാർ റെഗുലറായിട്ട് കൃഷി ചെയ്യുന്നതാണ്. പണിക്കാർ റെഗുലറായിട്ട് ഇവിടെ ഉള്ളതാണ്. അന്ന് ഓണത്തിൻ്റെ തലേദിവസം ആയതുകൊണ്ട് ഇച്ചിരി നേരത്തെ അവർ പോകേണ്ടി വന്നു. അങ്ങനെ പോകേണ്ടി വന്നതുകൊണ്ട് ആ സമയം നോക്കി തക്കം പാർത്ത് എവിടെയോ ആൾക്കാർ ഒളിഞ്ഞിരുന്ന് ചെയ്ത് പണിയാണിത്. ഇത് മുഴുവനും ആദായത്തിലുണ്ടായിരുന്ന ഏലം മുഴുവനും വെട്ടിക്കളഞ്ഞു. സമീപ മേഖലകളിൽ നിന്നും CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച് അക്രമികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ഉടമയും നാട്ടുകാരും ആവശ്യപ്പെട്ടു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന തോട്ടം വെട്ടിക്കളഞ്ഞു. അതിൽ ഇത്തിരി ഉപകരണ സാധനങ്ങളും കൊണ്ടുപോയി. ഞാൻ 8 വർഷം എൻ്റെ കുടുംബമാണ് ആശുപത്രി കിടക്കുക. കാല് സുഖമില്ലാതെ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട വെള്ളത്തൂവൽ പോലീസ് ഈ കേസൊന്ന് അന്വേഷിച്ച് പിടിച്ച്, അല്ലെങ്കിൽ എൻ്റെ കഞ്ഞി കൂടി മുട്ടും. എല്ലാം നശിപ്പിച്ച് കളഞ്ഞു. ഒരു ഏക്കർ സ്ഥലം ഏലം മൊത്തം വെട്ടിക്കളഞ്ഞു. വാഴ എല്ലാം എല്ലാം നശിപ്പിച്ചു. കുരുമുളക് എല്ലാം പോയി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. SNDP യോഗം കാഞ്ഞിരമറ്റം ശാഖയുടെ നേതൃത്വത്തിൽ 172ാമത് ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷിച്ചു. ആഘോഷത്തോടനുബന്ധിച്ച് ജയന്തി ഘോഷയാത്ര സംഘടിപ്പിച്ചു. കാഞ്ഞിരമറ്റം ശാഖ പ്രസിഡന്റ് MK വിശ്വംഭരൻ, ശാഖാ സെക്രട്ടറി KS ഷിജു, യൂണിയൻ കൺവീനർ PT ഷിബു, വൈസ് പ്രസിഡന്റ് സാജു ബാലകൃഷ്ണൻ, വനിതാ സംഘം യൂണിയൻ കേന്ദ്ര സമിതി അംഗം മൃദുല വിശ്വംഭരൻ, വനിതാ സംഘം പ്രസിഡന്റ് ശൈല ഷാജി, യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് മൃദേശ് എന്നിവർ നേതൃത്വം നൽകി. ഷോട്ട് കറങ്ങി വരുന്നു. ഒളമറ്റം ഇന്ദിര ഫാർമേഴ്സ് സോഷ്യൽ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഓണാഘോഷത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലറും ക്ലബ് പ്രസിഡന്റുമായ ജോയി മൈലാടി അധ്യക്ഷത വഹിച്ചു.
ഓളമറ്റം ഇന്ദിരാ ഫാർമേഴ്സ് സോഷ്യൽ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷത്തിന്റെ ഉദ്ഘാടനം തേക്കുംകാട്ടിൽ ഭഗവതി ക്ഷേത്ര മേൽശാന്തി ശങ്കരൻ പോറ്റി നിർവഹിച്ചു. പൂക്കള മത്സരത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. മുറ്റത്തൊരു പൂക്കള മത്സരത്തിൽ നിരവധി പേർ പങ്കെടുത്തു. 10 മുതൽ കുട്ടികൾക്കും മുതിർന്നവർക്കുമായി വിവിധ മത്സരങ്ങൾ നടന്നു. ഒളമറ്റം ജംഗ്ഷനിൽ നടന്ന സാംസ്കാരിക സമ്മേളനം നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴയിലൊരു ജനപ്രതിനിധിയുള്ളൂ. ആ ജനപ്രതിനിധി എന്ന് പറയുന്നത് ഇവിടത്തെ ഓരോ പൗരൻ്റെയും ഇപ്പോൾ പിറന്നു വീഴുന്ന ഒരു കുഞ്ഞു കൊച്ച്, ഇവിടെ ഒരു കൈക്കുഞ്ഞുമായ ഒരു അമ്മയുടെ ഇരിപ്പുണ്ട്, ആ കുഞ്ഞു കൊച്ചിൻ്റെ വരെ ഒരു പ്രതിനിധിയായിട്ടാണ് ഞാൻ നമ്മുടെ നിയമനിർമ്മാണ സഭയിൽ നമ്മുടെ ഈ മേഖലയെ പ്രതിനിധീകരിച്ച് അവിടെ ഇരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഏതൊരു ആവശ്യവും അത് എൻ്റെ വ്യക്തിപരമായൊരു ആവശ്യമായിട്ട് ഞാൻ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി പ്രവർത്തിക്കാം. നിങ്ങളല്ല, നമുക്ക് വേണ്ടി പ്രവർത്തിക്കാം. തൊടുപുഴ ടീം, തൊടുപുഴയുടെ ജനപ്രതിനിധിയാണ് ഞാൻ. നമ്മളെല്ലാവരും ഒന്നിച്ച് തോളോട് തോൾ ചേർന്ന് വേണം തൊടുപുഴയുടെ മുന്നോട്ടുള്ള വികസനം. നമുക്കറിയാം, കഴിഞ്ഞ 56 വർഷക്കാലം തൊടുപുഴയെ തൊടുപുഴയാക്കിയ, ഇടുക്കിയെ മിടുക്കിയാക്കിയ ശ്രീ പി ജെ ജോസഫ്, എൻ്റെ പിതാവിന് ശേഷം അദ്ദേഹം തൊടുപുഴയെ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു നിയോജക മണ്ഡലമാക്കി മാറ്റിയെങ്കിലും ഇനി അത് ഒരു ചവിട്ടുപടിയായി എടുത്ത് മുന്നോട്ട് വികസനങ്ങളും തൊഴിൽ മേഖലകളും നമ്മുടെ ചെറുപ്പക്കാരെ നമ്മുടെ നാട്ടിൽ പിടിച്ചു നിർത്തുവാൻ വേണ്ടി, ഇന്ന് പലായനം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ യുവത്വത്തെ തൊടുപുഴയിൽ പിടിച്ചു നിർത്തുവാൻ നിരവധി പദ്ധതികൾ നമുക്ക് ആവിഷ്കരണം അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത് നടപ്പാക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ബജറ്റിൽ നിങ്ങൾ ഒരു പക്ഷേ ശ്രദ്ധിച്ചു കാണും, ഈ പാലങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളോടൊപ്പം തന്നെ ഒരു ഫിലിം കം നോളജ് സിറ്റിക്ക് ഒരു DPR ഉണ്ടാക്കുവാനുള്ള പദ്ധതി വിഹിതം വകയിരുത്തിയിട്ടുണ്ട്. അതുപോലെ തൊടുപുഴയിലൊരു സ്റ്റേഡിയം, അതുപോലെ നമുക്കിവിടെ ഒരു ഇൻഫ്രാ പാർക്കുണ്ട്. നിരവധി സാധ്യതകളുണ്ട് തൊടുപുഴയിൽ. വാർഡ് കൗൺസിലറും ക്ലബ്ബ് പ്രസിഡന്റുമായ ജോയി മൈലാടി അധ്യക്ഷത വഹിച്ചു. ക്ലബ്ബ് സെക്രട്ടറി സാബു കൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു. എറണാകുളം ക്രൈംബ്രാഞ്ച് SP VU കുര്യാക്കോസ് IPS പ്രതിഭാ പുരസ്കാരം വിതരണം ചെയ്തു. മുനിസിപ്പൽ വൈസ് ചെയർമാൻ K ദീപക് മുതിർന്ന പൗരന്മാരെ ആദരിച്ചു. വാർഡിലെ ഹരിതകർമ്മ സേനാംഗങ്ങളെ 26-ാം വാർഡ് കൗൺസിലർ P രാജേശ്വരിയും തൊഴിലുറപ്പ് തൊഴിലാളികളെ 28-ാം വാർഡ് കൗൺസിലർ ലിറ്റി ജോസഫും ആദരിച്ചു. വിദ്യാഭ്യാസ അവാർഡ് ദാനം 2-ാം വാർഡ് കൗൺസിലർ KK ശിവനാഥ് നിർവഹിച്ചു. ADS ചെയർപേഴ്സൺ മഞ്ജു മോഹൻ, CDS അംഗം ഷാനി ഷിബു എന്നിവർക്ക് ചടങ്ങിൽ സ്വീകരണം നൽകി. പെരിക്കോണി റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഹേമരാജ് കാവിൽ, റോക്യൂ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ജോർജ് മംഗലത്തിൽ, ജെയിംസ് തോപ്പിൽ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർക്കുള്ള സമ്മാനദാനം തുരുത്തേൽ മഠം ശങ്കരൻ പോറ്റി നിർവഹിച്ചു. ജനറൽ കൺവീനർ PM തങ്കച്ചൻ സമ്മേളനത്തിന് നന്ദി രേഖപ്പെടുത്തി സംസാരിച്ചു. തുടർന്ന് കലാസന്ധ്യ ഉണ്ടായിരുന്നു. തൊടുപുഴ മനോജ് അവതരിപ്പിച്ച വൺമാൻ ഷോ ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ശ്രീനാരായണ ഗുരുദേവന്റെ 172ാമത് ജയന്തി ആഘോഷം SNDP യോഗം ഇടുക്കി യൂണിയന് കീഴിലുള്ള 19 ശാഖകളിലും വിപുലമായി ആഘോഷിച്ചു. SNDP ഇടുക്കി യൂണിയൻ ആസ്ഥാനത്ത് യൂണിയൻ പ്രസിഡന്റ് P രാജൻ പതാക ഉയർത്തി ജയന്തി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. ശ്രീനാരായണ ഗുരുദേവന്റെ 172ാം ജയന്തി ആഘോഷമാണ് SNDP യോഗം ഇടുക്കി യൂണിയന് കീഴിലുള്ള 19 ശാഖകളിൽ വിപുലമായി ആഘോഷിച്ചത്. യൂണിയന് കീഴിലുള്ള ശാഖകളായ വാഴത്തൊപ്പ, മുരിക്കാശ്ശേരി, ഉപ്പുതോട്, കിളിയാർകണ്ടം, ഇടുക്കി, ചുരുളി, പ്രകാശ്, കട്ടി, തോപ്രാംകുടി, കീരിത്തോട്, പൈനാവ്, കള്ളിപ്പാറ, കുളമാവ്, പെരിച്ചാങ്കുട്ടി, വിമലഗിരി, മണിയാറൻകുടി, കനകക്കുന്ന്, കരിക്കിൻമേട്, തങ്കമണി എന്നിവിടങ്ങളിൽ വർണ്ണാഭമായ ജയന്തി ഘോഷയാത്രയും സാംസ്കാരിക സമ്മേളനവും അന്നദാനവും നടന്നു. ഇടുക്കി യൂണിയൻ ആസ്ഥാനത്ത് നടന്ന പരിപാടിയിൽ യൂണിയൻ പ്രസിഡന്റ് P രാജൻ പതാക ഉയർത്തി. യൂണിയൻ സെക്രട്ടറി സുരേഷ് കോട്ടയ്ക്കകത്ത് ജയന്തി സന്ദേശം നൽകി. നമുക്ക് മഴ പ്രതികൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുവെങ്കിലും എല്ലാവിധ ഒരുക്കങ്ങളും ഭംഗിയായി പൂർത്തീകരിച്ചുകൊണ്ട്
നമ്മുടെ 19 ശാഖകളിലും ജയന്തി ആഘോഷങ്ങൾ ഗംഭീരമായി നടക്കുകയാണ്. വർണ്ണാഭമായ ജയന്തി ഘോഷയാത്രയും ജയന്തി സമ്മേളനങ്ങളും ജയന്തി സദ്യയുമല്ല ആവേശപൂർവ്വം ഈ ആഘോഷത്തിൻ്റെ ഭാഗമായി ജനങ്ങൾ ഏറ്റെടുത്ത് നടത്തുകയാണ്. ഈ അവസരത്തിൽ ഊഷ്മളമായ ജയന്തി ആശംസകൾ ഏവർക്കും നേരുന്നു. നന്ദി, നമസ്കാരം. വിവിധ ശാഖകളിൽ നടന്ന ജയന്തി ആഘോഷ പരിപാടികൾക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ബി സെൽവം, യൂണിയൻ കൗൺസിലർമാരായ മനീഷ് കുടിക്കേത്ത്, ജോബി കണിയാങ്കുടി, ഷാജി പുലിയാമറ്റം, വിനീഷ് കോട്ടൂർ, ജോമോൻ കണിയാങ്കുടിയിൽ, അഖിൽ സാബു, ഷീല രാജീവ്, ഡോക്ടർ ഷീല, ശാഖയോഗം പ്രസിഡന്റുമാർ, പോഷക സംഘടനാ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. ശിവഗിരി ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കൂരുവേലിൽ കുടുംബയോഗത്തിന്റെ ഈ വർഷത്തെ ഓണാഘോഷം നടന്നു. കുടുംബയോഗം പ്രസിഡന്റ് പീറ്റർ തോമസ്, വൈസ് പ്രസിഡന്റ് അജിത് മാത്യു, സെക്രട്ടറി എബിൻ ജോളി, ജോയിന്റ് സെക്രട്ടറി ജോർഡി മാത്യു എന്നിവർ നേതൃത്വം നൽകി. റോയി കെ പൗലോസ് MLA, മാത്യു കെ ജോൺ, KM സാബു എന്നിവരുൾപ്പെടുന്ന 4 ശാഖാ കുടുംബാംഗങ്ങളും ഒന്നിച്ചാണ് ആഘോഷങ്ങളിൽ പങ്കെടുത്തത്. കരിമണ്ണൂരിലെ പ്രമുഖ പൈതൃക കുടുംബമായ കൂരുവേലിൽ കുടുംബയോഗത്തിന്റെ ഈ വർഷത്തെ ഓണാഘോഷം കുടുംബ പള്ളിയായ പന്നൂർ സെന്റ് ജോൺസ് യാക്കോബായ പള്ളി പാരിഷ് ഹാളിൽ വെച്ച് വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു. ഉത്രാട ദിനത്തിൽ നടന്ന ആഘോഷ പരിപാടികൾക്ക് കുടുംബയോഗം പ്രസിഡന്റ് പീറ്റർ തോമസ്, വൈസ് പ്രസിഡന്റ് അജിത് മാത്യു, സെക്രട്ടറി എബിൻ ജോളി, ജോയിന്റ് സെക്രട്ടറി ജോർഡി മാത്യു എന്നിവർ നേതൃത്വം നൽകി. റോയ് കെ പൗലോസ് MLA, മാത്യു കെ ജോൺ, KM ബാബു എന്നിവരടങ്ങുന്ന കൂരുവേലിൽ, കൊച്ചുപുരിക്കൽ, കൊന്നാനാൽ, ചൊക്കിളിക്കുന്നേൽ എന്നീ 4 ശാഖാ കുടുംബാംഗങ്ങളും ഒന്നിച്ചാണ് ആഘോഷങ്ങളിൽ പങ്കെടുത്തത്. മനോഹരമായ ഓണപ്പൂക്കളത്തോടെ ആരംഭിച്ച ആഘോഷങ്ങളിൽ മാവേലി മന്നനെ സ്വീകരിക്കൽ, പരമ്പരാഗത തിരുവാതിര കളി, കൈകൊട്ടിക്കളി, ഫ്യൂഷൻ, വടംവലി, ഉറിയടി തുടങ്ങിയ മുതിർന്നവർക്കും കുട്ടികൾക്കുമായി വിവിധതരം ഓണക്കളികളും സംഘടിപ്പിച്ചിരുന്നു. കുടുംബാംഗങ്ങൾ എല്ലാവരും ഒത്തുചേർന്ന് തയ്യാറാക്കിയ വിഭവസമൃദ്ധമായ ഓണസദ്യ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. നിരവധി കുടുംബാംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. തെക്കുംഭാഗം യൂണിവേഴ്സൽ സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം വിപുലമായി സംഘടിപ്പിച്ചു. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അൻഷാദ് മുഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റ് ഡാലിഷ് അധ്യക്ഷത വഹിച്ചു. ഇതോടനുബന്ധിച്ച് വിവിധ മത്സരങ്ങളും കലാപരിപാടികളും സമ്മേളനവും നടത്തി.
തെക്കുംഭാഗം യൂണിവേഴ്സൽ സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളോടെ ഓണാഘോഷം ഓണോത്സവം 2026 സംഘടിപ്പിച്ചു. മലയാളികളുടെ മനസ്സിൽ എന്നെന്നും മധുരസ്മരണകൾ ഉണർത്തുന്ന മാവേലി ഭരണത്തിന്റെ ഓർമ്മ പുതുക്കുന്ന ചിങ്ങമാസത്തിലെ തിരുവോണം വീണ്ടും വരവായി. ഈ ആഘോഷനാളുകൾ കൂടുതലും ധന്യമാക്കുന്നതിനായി തെക്കുംഭാഗം യൂണിവേഴ്സൽ സ്പോർട്സ് ക്ലബ്ബ് വിവിധ കലാപരിപാടികളാണ് സംഘടിപ്പിച്ചത്. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അൻഷാദ് മുഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മെ എല്ലാവരെയും ഒത്തൊരുമിപ്പിക്കുന്ന കേരളീയ സംസ്കാരത്തിന്റെ ഒരു പ്രതിരൂപമാണ് തീർച്ചയായിട്ടും ഈ ഓണം. അത്തരത്തിൽ പ്രിയപ്പെട്ട യൂണിവേഴ്സൽ ക്ലബ്ബ് ഇവിടെ എല്ലാവരെയും ഒത്തൊരുമിപ്പിച്ച് ഈ തെക്കുംഭാഗം മേഖലയിൽ രാവിലെ മുതൽ ആരംഭിച്ച് വിവിധങ്ങളായ ഇടങ്ങളിൽ നടത്തിയ വിവിധ മത്സരങ്ങളിൽ നിരവധിയായ ആളുകൾക്ക് ഓണ സമ്മാനമൊരുക്കിക്കൊണ്ട് നിങ്ങൾ നടത്തിയ ഈ ചടങ്ങ് തീർച്ചയായും എന്തുകൊണ്ടും അഭിനന്ദനാർഹമാണ്. എപ്പോഴും നമുക്കറിയാം നമ്മുടെ നാടുകളിൽ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓണാഘോഷ മത്സരങ്ങളെല്ലാം. അപ്പോഴെല്ലാം വളരെയധികം പ്രതികൂലമായിരിക്കുന്ന കാലാവസ്ഥ, അതോടൊപ്പം തന്നെ ഇത്തരം പരിപാടികൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളെയും എല്ലാം അവഗണിച്ചുകൊണ്ട് തീർച്ചയായും ഒരുപറ്റം ചെറുപ്പക്കാർ ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിൽ ഒത്തൊരുമിച്ച് കൂടിയപ്പോൾ തീർച്ചയായും നമ്മളെല്ലാവരും അതിനെ പ്രോത്സാഹിപ്പിക്കണം. നാളുകളിലും നമ്മളെല്ലാ പരിപാടികളിലൂടെ മാത്രമേ സാധിക്കത്തുള്ളൂ. അത്തരത്തിൽ നമ്മുടെ വിവിധങ്ങളായ ഇടങ്ങളിൽ അധിവസിക്കുന്ന ആളുകളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് നാളുകളിലും നമ്മുടെ നാടിൻ്റെ ഐക്യം കൂട്ടിയുറപ്പിക്കുന്ന ഇത്തരം പരിപാടിക്ക് എല്ലാ അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ക്ലബ്ബ് രക്ഷാധികാരി AK സുഭാഷ് കുമാർ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ പ്രസിഡന്റ് ഡാലിഷ് അധ്യക്ഷത വഹിച്ചു. ബേബി തോമസ് കാവാലം, ഷീല ദീപു പള്ളത്ത്, രാജേഷ് മണ്ഡപത്തിൽ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. വാടിയിൽ കയറ്റ മത്സരം, കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ, ഗോളടി മത്സരം, കലം തല്ലിപ്പൊട്ടിക്കൽ, വടംവലി തുടങ്ങിയ വിവിധ മത്സരങ്ങൾ നടത്തി. കലാപരിപാടികളും ഉണ്ടായിരുന്നു. നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. കുട്ടികൾക്കും മുതിർന്നവർക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി വ്യത്യസ്തതരം മത്സരങ്ങൾ നടത്തി. അജിത്ത് സിനോജാണ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. കുളമാവ് പോലീസ് സബ് ഇൻസ്പെക്ടർ ശശി ഗോപാലൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. നിരവധി പേർ പങ്കാളികളായി. എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേ. നമ്മുടെ സെക്കൻഡ് പ്രൈസ് 3 പേർക്കുണ്ട്. ാണ് വടത്തേക്കയറ്റ മത്സരത്തിന്റെ 1ാം സമ്മാനത്തിന് നടത്തി. നല്ലൊരു ഓണാഘോഷമല്ലേ, കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേ. ഒന്നാം സമ്മാനം ഗോളടി മത്സരത്തിൽ അർഹനായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. SNDP യോഗം വണ്ണപ്പുറം മുണ്ടൻമുടി ശാഖകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ 172ാമത് ജയന്തി ആഘോഷം വിവിധ പരിപാടികളോടെ നടത്തി. ശാഖ പ്രസിഡന്റ് MG പ്രിൻസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് അറക്കത്തോട്ടം ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. SNDP യോഗം 1181 വണ്ണപ്പുറം ശാഖയുടെയും 4347 മുണ്ടൻമുടി ശാഖയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ 172ാം ജയന്തി ആഘോഷം വിവിധ പരിപാടികളോടെ നടത്തി. ഗുരുമന്ദിരത്തിൽ ശാഖാ പ്രസിഡന്റ് MG പ്രിൻസ് പതാക ഉയർത്തി. ഇതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. തുടർന്ന് ഗുരുമന്ദിരത്തിൽ നിന്ന് ആരംഭിച്ച ജയന്തി ഘോഷയാത്ര അമ്പലപ്പടിയിലെത്തി തിരികെ ഗുരുമന്ദിരത്തിൽ സമാപിച്ചു. ഒരു മഹത്തായ ദർശനത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്
ഒരു മഹത്തായ സന്ദേശത്തിന്റെ വിളംബരമാണ്. ഇത് വെറുമൊരു ജയന്തിയല്ല, ഒരു നവോത്ഥാന കാലഘട്ടത്തിന്റെ പുനസ്മരണയാണ്. ഇത് വെറുമൊരു ഒത്തുചേരലല്ല, മനുഷ്യ സ്നേഹത്തിന്റെ മഹത്തായ സന്ദേശത്തിനായുള്ള ഒത്തുചേരലാണ്. നവജീവൻ സ്വതന്ത്രന്റെ സമത്വത്തിന്റെ സമൂഹം സംസാരിക്കാം, സാമൂഹികത്തിന്റെ കഴിവുകൾ കൊടുക്കാം. തുടർന്ന് നടന്ന ജയന്തി സമ്മേളനത്തിൽ ശാഖാ പ്രസിഡന്റ് MG പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് അറക്കത്തോട്ടം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 19ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ നാം ഇന്ന് വിചാരിക്കുന്ന, നാം കരുതുന്ന ഒരു കാലഘട്ടമല്ലായിരുന്നു. മനുസ്മൃതിയും സങ്കരസ്മൃതിയുമെല്ലാം വാണരുളിയിരുന്ന കാലഘട്ടം. സാധാരണക്കാരായ ജനങ്ങൾ അവർക്ക് വഴി നടക്കുവാനോ വെള്ളം എടുത്തു കുടിക്കുവാനോ വിദ്യാഭ്യാസം നേടുന്നതിനോ, എന്തിനേറെ പറയുന്നു മേൽമുണ്ട് ധരിക്കുന്നതിന് പോലും അവകാശമില്ലായിരുന്ന കാലഘട്ടം. ഒരു പുലിയച്ചെറുക്കൻ ചെന്ന് ഉപ്പിന് പകരം പുളിച്ചത് എന്ന് പറഞ്ഞതിന് അവനെ തല്ലിക്കൊന്നിരുന്ന കാലം. കരം പിരിക്കുന്നതിന് വേണ്ടി വന്നവരുടെ മുമ്പിൽ കരം കൊടുക്കുവാനില്ലാത്തത് കൊണ്ട് കൊയ്ത്തരുവാളെടുത്ത് സ്വന്തം മാറിടം ചെത്തി ഇലയിൽ വെച്ചു കൊടുത്ത കാലഘട്ടം. നമുക്കറിയാം ചിരിതയുടെ കഥ. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ജോലി ചെയ്യുന്നവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊഴിയൻ വേല, വേതനമില്ലാതെ ജോലി ചെയ്യുന്ന 50,000 ഈഴവരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് തിരുവിതാംകൂറിൽ. യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗം AB സന്തോഷ് ജയന്തി സന്ദേശം നൽകി. മുണ്ടൻമുടി ശാഖാ പ്രസിഡന്റ് ശൈല ശശി, ശാഖാ സെക്രട്ടറി അഞ്ജുമോൾ KC, വണ്ണപ്പുറം ശാഖാ വനിതാ സംഘം പ്രസിഡന്റ് ധന്യ വിനോദ് എന്നിവർ ആശംസകൾ നേർന്നു. വണ്ണപ്പുറം ശാഖാ സെക്രട്ടറി KN ബാബു സ്വാഗതം ആശംസിച്ച യോഗത്തിന് ശാഖാ കമ്മിറ്റി അംഗം സതീഷ് ഈയനാട്ട് കൃതജ്ഞത അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. ഇടവെട്ടി പ്രണവം ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ 3 ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന ഓണാഘോഷ പരിപാടികൾ സമാപിച്ചു. സമാപന സമ്മേളനം തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അൻഷാദ് ഉദ്ഘാടനം ചെയ്തു. ഓണാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മത്സരങ്ങളിൽ വിജയിച്ചവർക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അമീൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് മെമ്പർ VK അനൂപ്, ലൈബ്രറി പ്രസിഡന്റ് TC ചാക്കോ, സെക്രട്ടറി ജയൻ, പഞ്ചായത്ത് മെമ്പർമാരായ ഷീല നൌഷാദ്, TM മുജീബ് ഉൾപ്പെടെയുള്ളവർ ആശംസ നേർന്നു. ഇടവെട്ടി പ്രണവം ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ 3 ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന ഓണാഘോഷ പരിപാടികൾ സമാപിച്ചു. ഇതോടനുബന്ധിച്ച് 100ഓളം മത്സരങ്ങൾ നടത്തി. സമാപന ദിവസത്തെ വനിതകളുടെ വടംവലി ശ്രദ്ധേയമായി. സമാപന സമ്മേളനം തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അൻഷാദ് ഉദ്ഘാടനം ചെയ്തു. മത്സര വിജയികൾക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അമീർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. തുടർന്ന് പ്രതിഭകളെ ആദരിച്ചു. ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് അംഗം VK അനൂപ്, പഞ്ചായത്ത് മെമ്പർമാരായ ഷീജ നൌഷാദ്, TM മുജീബ്, ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പ്രസിഡന്റ് VB ജയൻ, പത്മാവതി രഘുനാഥ്, M ഗോവിന്ദൻ എന്നിവർ ആശംസകൾ നേർന്നു. ലൈബ്രറി പ്രസിഡന്റ് TC ചാക്കോയുടെ അധ്യക്ഷതയിൽ സംഘടിപ്പിച്ച യോഗത്തിൽ സെക്രട്ടറി PN സുധീർ സ്വാഗതവും ഉമ്മർ കരീം നന്ദിയും പറഞ്ഞു. തുടർന്ന് തൊടുപുഴ ടീൻസ് ആൻഡ് ട്യൂൺസ് അവതരിപ്പിച്ച ഗാനമേളയും നടന്നു. ലൈബ്രറി പ്രവർത്തകരായ ഈശ്വരി അജിത്ത്, ബിനി TK, ഡെന്നി മാത്യു, രാജു കണ്ടത്തിൻകര, ബാബു കൊണ്ടാട്ട്, നാസർ ഹരിദാസ്, ഹരികൃഷ്ണൻ, ജയൻ മെമ്മറി, ബാലവേദി കുട്ടികൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഗ്രാമോത്സവം സംഘടിപ്പിച്ചത്.
കമ്പനി ഏറ്റവും നല്ല കമ്പനിയുടെ നൂലാണ് മേടിച്ചു തന്നത്. പൊട്ടിയാൽ ഔട്ട്. ആരാണോ വലിച്ച് മുഴുവനായിട്ട് തീർക്കുന്ന അവർ വിജയിക്കുന്നതാണ്. പുതുമയാർന്നൊരു മത്സരമാണ്. ടെന്നിച്ചേട്ടൻ കണ്ടുപിടിച്ചതാണ്. ആ സംഗീത ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വണ്ണപ്പുറം മർച്ചന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 29-ന് ഓണാഘോഷം വിപുലമായി സംഘടിപ്പിക്കുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. KVVS ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിള്ളിൽ ഓണ സന്ദേശം നൽകും. യൂണിറ്റ് പ്രസിഡന്റ് സജി കണ്ണമ്പുഴ അധ്യക്ഷത വഹിക്കും. KVVSന്റെ നിരവധി ജില്ലാ സംസ്ഥാന ഭാരവാഹികൾ പരിപാടിയിൽ പങ്കെടുക്കും. വണ്ണപ്പുറം മർച്ചന്റ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 29-ന് ഓണാഘോഷം വിപുലമായി സംഘടിപ്പിക്കുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. ഇതോടനുബന്ധിച്ച് വാദ്യമേളങ്ങളുടെയും പുലികളികളുടെയും നിശ്ചല ദൃശ്യങ്ങളുടെയും വിവിധ കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ നടത്തുന്ന സാംസ്കാരിക ഘോഷയാത്ര, പൊതുസമ്മേളനം എന്നിവയുണ്ടായിരിക്കും. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. KVVS ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിള്ളിൽ ഓണ സന്ദേശം നൽകും. യൂണിറ്റ് പ്രസിഡന്റ് സജി കണ്ണമ്പുഴ അധ്യക്ഷത വഹിക്കും. KVVSന്റെ നിരവധി ജില്ലാ സംസ്ഥാന ഭാരവാഹികൾ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് പ്രസിഡന്റ് സജി കണ്ണമ്പുഴ, ജനറൽ സെക്രട്ടറി KH നൌഷാദ്, ട്രഷറർ MG പ്രിൻസ്, ഓണാഘോഷ കമ്മിറ്റി ചെയർമാൻ ബാബു കുന്നത്തുശ്ശേരി, കൺവീനർ PS സ്വപ്നകുമാർ എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. കരിമണ്ണൂർ ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വടക്കേക്കര ഓഡിറ്റോറിയത്തിൽ ലയൺസ് തകതിമി ഓണം എന്ന പേരിൽ ഓണാഘോഷവും കുടുംബമേളയും നടത്തി. ഓണാഘോഷത്തോടനുബന്ധിച്ച് നടന്ന സമ്മേളനം ഗവൺമെന്റ് ചീഫ് വിപ്പും തൊടുപുഴ MLAയുമായ അബു ജോൺ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് സിജോ ജോസ് അധ്യക്ഷത വഹിച്ചു. കരിമണ്ണൂർ ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വടക്കേക്കര ഓഡിറ്റോറിയത്തിൽ ലയൺസ് തകതിമി ഓണം എന്ന പേരിൽ ഓണാഘോഷവും കുടുംബമേളയും നടത്തി. ഓണാഘോഷത്തോടനുബന്ധിച്ച് നടന്ന സമ്മേളനം ഗവൺമെന്റ് ചീഫ് വിപ്പും തൊടുപുഴ MLAയുമായ അബു ജോൺ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് സിജോ ജോസ് അധ്യക്ഷനായി. സോൺ ചെയർമാൻ ഫ്രാൻസിസ് കുമ്പക്കൽ, ക്ലബ് ട്രഷറർ മാത്യു പരിക്കിശ്ശേരി എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ചടങ്ങിൽ ക്ലബ് അംഗങ്ങളായ കർഷക അവാർഡ് ജേതാവ് ജോയി അഗസ്റ്റിൻ വെള്ളാപ്പള്ളിയെയും കൂടുതൽ നേരം ഗിത്താർ വായിച്ച് ഇന്ത്യ ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ അനന്തു ഷാജിയെയും ആദരിച്ചു. ക്ലബ് ഓണം പ്രോഗ്രാമിന്റെ പേര് ലയൺസ് തകതിമി ഓണം എന്ന് പേര് നിർദ്ദേശിച്ച നൈസി രഞ്ജിത്തിന് ചടങ്ങിൽ ക്യാഷ് അവാർഡ് നൽകി. തിരുവാതിര, സംഘനൃത്തം, ഏകാംഗ നൃത്തം, സംഘഗാനം തുടങ്ങി വിവിധ കലാപരിപാടികൾ അരങ്ങേറി. കലാപരിപാടികളിൽ വിജയികളായവർക്ക് ക്ലബ് പ്രസിഡന്റ് സിജോ ജോസ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. യോഗത്തിൽ റീജിയൻ സെക്രട്ടറി ജോയി അഗസ്റ്റിൻ നന്ദിയും ക്ലബ് സെക്രട്ടറി ജിജി അഗസ്റ്റിൻ സ്വാഗതവും പറഞ്ഞു. ഇടുക്കിയിൽ കാട്ടാനക്കലിയിൽ ജീവൻ പൊലിഞ്ഞ ബോഡി നായ്ക്കന്നൂർ സ്വദേശി ഒച്ചപ്പന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. 5 ലക്ഷം കൈമാറി. കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ ദേശീയപാത ഉപരോധിച്ചിരുന്നു. തലകുളത്ത് മകളുടെ ഉടമസ്ഥതയിലുള്ള തോട്ടത്തിന്റെ മേൽനോട്ടം വഹിച്ചു വരികയായിരുന്നു. ഇന്നും രാവിലെ പതിവ് പോലെ കാർഷിക ജോലിക്ക് എത്തിയപ്പോഴായിരുന്നു ആക്രമണം. പ്രദേശത്ത് കനത്ത മൂടൽമഞ്ഞ് നിലനിന്നിരുന്നതിനാൽ ആന നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടില്ല. ഒച്ചപ്പൻ തോട്ടത്തിലെത്തിയപ്പോൾ തന്നെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. ആനയുടെ ചിഹ്നവിളി കേട്ട് സമീപത്തെ തോട്ടങ്ങളിൽ ഉണ്ടായിരുന്നവർ ഓടിയെത്തിയപ്പോഴാണ് ഇയാൾ പരിക്കേറ്റ് കിടക്കുന്നത് കണ്ടത്. തുടർന്ന് നാട്ടുകാർ ഇയാളെ തോട്ടത്തിൽ നിന്നും പൂപ്പാറയിലെത്തിച്ച് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ ദേശീയപാത ഉപരോധിച്ചു. വനം വകുപ്പിനെതിരെയായിരുന്നു പ്രതിഷേധം. நானும் 3 பிள்ளைகளை வச்சுக்கிட்டு கஷ்டப்படுறேன். அவர் தான் எனக்கு எல்லாமே சப்போர்ட்டாக பார்த்துட்டு இருந்தார். இப்போ அவருமே இல்லை. நம்ம அனாதை மாரி ரோட்டில் உட்கார. ബന്ധുക്കളുടെ അനുമതിയില്ലാതെ മൃതദേഹം തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയതായും പ്രതിഷേധക്കാർ ആരോപിച്ചു. ഉടുമ്പൻചോല MLA അഡ്വക്കേറ്റ് സേനാപതി വേണുവുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് പ്രതിഷേധം അവസാനിപ്പിച്ചു. കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം നൽകാനാണ് തീരുമാനം. 5 ലക്ഷം രൂപ ഉടൻ കൈമാറും. ഈ പ്രതിഷേധം ഇവിടെ ഉണ്ടായി. അപ്പോൾ DFO ഉൾപ്പെടെയുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെത്തി. അപ്പോൾ ഇപ്പോൾ അടിയന്തരമായി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്തിരിക്കുന്നത് അവർക്കുള്ള കോമ്പൻസേഷനാണ്. അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് 10 ലക്ഷം, അതിൽ 5 ലക്ഷത്തിൻ്റെ ചെക്ക് ഇപ്പോൾ തന്നെ കൊടുത്തു. അടുത്തത് ലീഗൽ ഹയേഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ 5 ലക്ഷവും കളക്ടർ 4 ലക്ഷം രൂപ ഏറ്റവും അടുത്ത ദിവസം തന്നെ കൊടുക്കാം എന്നുള്ളത് കളക്ടറും അറിയിച്ചിട്ടുണ്ട്. ആകെ അനുവദിച്ച തുകയിൽ 4 ലക്ഷം റവന്യൂ വകുപ്പും ബാക്കി വനം വകുപ്പുമാണ് നൽകുക. പോസ്റ്റ്മോർട്ടം തേനി മെഡിക്കൽ കോളേജിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള പുലയ മഹാസഭ തൊടുപുഴ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ
അയ്യങ്കാളിയുടെ 163-ാം ജന്മദിനാഘോഷം നടന്നു. നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ഇടുക്കിയിൽ സാമൂഹ്യ വിരുദ്ധർ ഏലത്തോട്ടം വെട്ടി നശിപ്പിച്ചതായി പരാതി. 3 ഏക്കർ ഭൂമിയിലെ ഏലച്ചെടികളാണ് നശിപ്പിച്ചത്. SNDP യോഗം കാഞ്ഞിരമറ്റം ശാഖയുടെ നേതൃത്വത്തിൽ 172ാമത് ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷിച്ചു. ഒളമറ്റം ഇന്ദിര ഫാർമേഴ്സ് സോഷ്യൽ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഓണാഘോഷത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ ഗുരുദേവന്റെ 172ാമത് ജയന്തി ആഘോഷം SNDP യോഗം ഇടുക്കി യൂണിയന് കീഴിലുള്ള 19 ശാഖകളിലും വിപുലമായി ആഘോഷിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.